തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിൽ 4.5 സെൻറ്റ് ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. നല്ല വ്യത്യസ്തമായിട്ടും നല്ല ഗംഭീരമായിട്ടും ഒരു കണ്ടംപററി ഡിസൈൻ നൽകിക്കൊണ്ട് പണിയെടുപ്പിച്ച ഒരു പോഷ് വീടാണ് ഈ കാണുന്നത്. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം തിട്ടമംഗലം എന്ന സ്ഥലത്താണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 11 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീടെല്ലാം പണിയെടുപ്പിച്ചിരിക്കുന്നത്. കണ്ടാൽ ഒറ്റയടിക്ക് തന്നെ നല്ല മനോഹരമായിട്ട് അട്രാക്റ്റീവായി തോന്നുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. സീലിംഗ് പാനലൊക്കെ നൽകിക്കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തടിയുടെ ആർട്ട് വർക്കും ഗ്ലാസ് ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് കണ്ടംപററി ഡിസൈനെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് കോർപ്പറേഷൻ ലിമിറ്റിൽ തന്നെയാണ്. ഫുള്ളി വാസ്തുപ്രകാരം തന്നെയാണ് വീടെല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിന് നല്ല അട്രാക്റ്റീവായി തോന്നുന്ന സിമ്പിൾ കളർ കോമ്പിനേഷൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. വീടിൻ്റെ എൻട്രൻസിലായിട്ട് തന്നെ ഒരു ആർച്ച് മോഡൽ ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഫ്രണ്ടേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വീടിന് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ലൈഡിംഗ് ഗേറ്റും കൂടാതെ തന്നെ സിംഗിൾ ഫോൾഡിംഗ് ഗേറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഫുള്ളി ഇൻ്റർലോക്ക് ആയിട്ടൊരു ഫ്രണ്ടേജാണ് നൽകിയിട്ടുള്ളത്. നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല വിശാലമേറിയ ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കാർ പാർക്കിംഗ് വരുന്ന സ്ഥലത്ത് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടേജിൽ 2 സൈഡിലുമായിട്ട് ഗാർഡനിങ് പ്രൊവിഷനൊക്കെ നൽകിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ബാംബോക്ക് നട്ടുകൊണ്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 8x4 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ പാനൽ വർക്ക് തന്നെയാണ് ഫോൾ സീലിംഗ് വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഫ്രണ്ട് ഡോർ മുഴുവൻ തേക്കിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. സ്മാർട്ട് ലോക്ക് തന്നെയാണ് ഫ്രണ്ട് ഡോറിൽ നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ ഒരു ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. 10x20 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിംഗ് ഏരിയയാണ് വീടിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അട്രാക്റ്റീവായിട്ടൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ വാൾ പാനലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ വുഡൻ പാനലിലാണ് ചെയ്തിരിക്കുന്നത്. ലക്ഷറി ലുക്കൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. 3 ഫേസ് ഇലക്ട്രിസിറ്റി തന്നെയാണ് വീടിനകത്ത് വന്നിരിക്കുന്നത്. വി ഗാർഡിൻ്റെ വയറിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് മുന്നിലോട്ട് കടക്കുമ്പോഴത്തേക്ക് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. തേക്കൂടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. 9x12 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് വീടിന് നൽകിയിട്ടുള്ളത്. വുഡൻ പാനൽ ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ ഒരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. ഒരു വുഡൻ ഫ്രെയിം വർക്കൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വാഷ് ഏരിയ അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ളത്. വുഡൻ ഫ്രെയിം വർക്കിൽ ഒരു സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറും കൂടാതെ തന്നെ ഒരു വുഡൻ പാർട്ടീഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചണിൻ്റെ ഫ്രണ്ടേജ് നൽകിയിട്ടുള്ളത്. 8x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് വീടിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിൻ്റെ വുഡൻ ടൈൽസ് ഒക്കെ തന്നെയാണ് ഫ്ലോറിംഗിൽ ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു സെപ്പറേറ്റ് സ്പേസ് തന്നെ കിച്ചണിൽ ഒരുക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ടൈൽസും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മോഡേൺ രീതിയിലുള്ള നല്ല മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് പണിതിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചണിൻ്റെ കംപ്ലീഷൻ വന്നിരിക്കുന്നത്. കിച്ചണിനകത്തൊരു ചിമ്മിനി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മോഡേൺ ടെക്നിക്കായ സ്മാർട്ട് സിങ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് 8x8 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയ പണിയെടുപ്പിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷായ വുഡൻ ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയയും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സിങ്കും അവൈലബിൾ ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 BHK വരുന്ന ഒരു വീടാണ് ഇത്. ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 3 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം തന്നെയാണ്. വാൾ റൂപ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ അവൈലബിൾ ആണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗ്വറിന് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബാത്റൂം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് മുഴുവനായിട്ട് തന്നെ തേക്കിൻ്റെ പാനലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. വുഡൻ ബോർഡ് ഡിസൈൻ ആർട്ട് വർക്കൊക്കെ തന്നെ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുമുണ്ട്. ഹാൻഡിൽസ് മുഴുവനും തേക്കിൻ്റെ ഫ്രെയിമാണ്. കൂടാതെ തന്നെ ഗ്ലാസും യൂസ് ചെയ്തിട്ടുണ്ട്.
സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു എൽ ഷേപ്പിന്റെ ഒരു ഹോളാണ് വന്നിരിക്കുന്നത്. തേക്ക് വുഡ് യൂസ് ചെയ്തിട്ടുള്ള വുഡൻ ഫ്ലോറിംഗ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. 18x12 ആണ് ഹാളിന്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലും ഒരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. വാഷിംഗ് ഏരിയയുടെ പ്രൊവിഷൻ ഒക്കെ തന്നെ ഹാളിന്റെ സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്ചർ വർക്കൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുവാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയറിന്റെ കൂടെ തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാനുള്ള സ്റ്റെയറും നൽകിയിട്ടുള്ളത്. ആ സ്റ്റെയർ മുഴുവനും തടിയിലാണ് പണിയിപ്പിച്ചിരിക്കുന്നത്. അതും തേക്കിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് വന്നിട്ടുണ്ട്. 15x8 ഡയമെൻഷൻ വരുന്ന ഒരു വിശാലമേറിയ ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x20 ഡയമെൻഷൻ വരുന്ന നല്ല മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് വന്നിരിക്കുന്നത്. വാൾ റൂപ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. വാൾ ടെക്സ്ചർ വർക്കെല്ലാം തന്നെ റൂമിൽ ചെയ്തിട്ടുമുണ്ട്. ഒരു വൈഡ് ഏരിയ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിലും ഡ്രസ്സിംഗ് ഏരിയ അവൈലബിൾ ആണ്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആയ ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. 16x10 ആണ് റൂമിന്റെ ഡയമെൻഷൻ. വാൾ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാൾ റൂപ്സ് പ്ലസ് ഡ്രസ്സിംഗ് ഏരിയ ആണ് ഈ റൂമിൽ വന്നിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൽ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വിൻഡോട് ചേർന്ന് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗ്വറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂമാണ്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു റൂമാണ് ഈ കാണുന്നത്. വാൾ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിലും വാൾ റൂഫ്സ് പ്ലസ് ഡ്രസ്സിംഗ് ഏരിയ ആണ് വന്നിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂമും. ജാഗ്വറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ബാൽക്കണിയിലോട്ട് പോകാം. 8x15 ഡയമെൻഷൻ വരെ നല്ല കിടിലം ബാൽക്കണിയാണ് നൽകിയിട്ടുള്ളത്. ഹാൻഡിൽസ് ഒക്കെ തന്നെ തേക്ക് ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിൽ വരുന്ന ചുമര് മുഴുവനും ഗ്ലാഡിംഗ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ഏരിയയിൽ 4.5 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെട്ട് ഫുൾ തേക്കുഡിൽ പണിയെഴുപ്പിച്ച വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 1,40,00,000 സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.